ഹായ് ഹലോ ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ അതാ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ഈവനിങ് വ്ളോഗിൻ്റെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതാ അനിച്ചുകുട്ടനും ഞാനും കുറച്ച് നേരം കിടന്നതിന് ശേഷം ഇതാ അടുക്കളയിലേക്ക് എണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ വാലൊക്കെ തുറന്ന് വെക്കുന്നുണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ വാപ്പിച്ച് അവിടെ എന്തോ പണിയിലാണ് കേട്ടോ. അപ്പോൾ അതാ അനിച്ചുകുട്ടൻ അത് കഴിഞ്ഞത് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്തേക്ക് ആദ്യം ഇറങ്ങാൻ അവൻ സൈക്കിൾ ഓട്ടാൻ പോകാനാണ് കേട്ടോ. അപ്പോൾ പുള്ളി ടാറ്റയും എന്നിട്ട് സൈക്കിൾ ഓട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുമ്പ് വശത്തൊന്ന് നോക്കിയപ്പോൾ അതാ ഇലയൊക്കെ മൊത്തം പൊഴിഞ്ഞെടുക്കണ്ട കേട്ടോ മരത്തിൽ. അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇല പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല പറക്കി കളയലാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ അനിച്ചുകുട്ടനൊക്കെ അവിടെ സൈക്കിൾ ഓട്ടി കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തുണികളൊക്കെ എടുക്കാനുണ്ട്. തുണികളൊക്കെ ഉണങ്ങി കിടക്കണയാണ് കേട്ടോ. ഇനിയിപ്പോൾ തുണികളൊക്കെ എടുക്കണം. അപ്പോൾ ആ തുണികളൊക്കെ എടുത്തു കൊണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കടികളോ കാര്യങ്ങളൊന്നും എടുക്കണില്ല. കടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിച്ചായിരുന്നു ഊണ് കഴിച്ച്, അതുകൊണ്ട് പ്രത്യേകിച്ച് വിശക്കണ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് കടി കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ചായയിൽ മാത്രമായിട്ട് ഒതുക്കിയത്. അപ്പോൾ അതാ വാപ്പിച്ചി എന്നെ എടുക്കുകയെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വാപ്പിച്ചിയുടെ ചായ കുടിയും കഴിഞ്ഞ് വാപ്പിച്ചി ഇവിടെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പിച്ചി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഉമ്മച്ചിയും വാപ്പിച്ചി ഇവിടെയൊന്നും ഇല്ല. അവർ അങ്ങോട്ട് പോയിട്ടോ, അവർക്കിടെ വീട്ടിലോട്ട് മാറി. അപ്പോൾ അതാ വാപ്പിച്ചി ഇവിടെയൊന്നുമില്ല. അപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ അതൊരു ഇതാണ് ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പോകും. എന്നാലും അവർ നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ അത്രയാവില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വാപ്പിച്ചിക്ക് ഇങ്ങനെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് മെയിനായിട്ട് കൊണ്ടുവരാനും കാരണം. അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. തീർത്ത് അങ്ങോട്ട് ഓക്കെ ആയി വന്നിട്ടില്ല കേട്ടോ. എല്ലാം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മുടക്കാൻ പാടില്ലല്ലോ. കുറച്ച് കാലത്തേക്ക് മരുന്നും കാര്യങ്ങളും കഴിക്കേണ്ട വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിച്ചുകുട്ടൻ അവിടെ പിണങ്ങിയിരിക്കണ്ടായിരുന്നു. നിച്ചുകുട്ടൻ പിണങ്ങിയിരിക്കണം. നിച്ചുകുട്ടൻ്റെ പിണക്കൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറവശത്ത് വന്നിരുന്നപ്പോൾ ഇവിടെ ചേച്ചിയും ചേട്ടനൊക്കെ പുല്ലുറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെപ്പോഴും മഞ്ഞയാണ് കേട്ടോ ഇവിടെ. ഇവരിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഇറങ്ങിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ സമയം പോയി തന്നെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്നതാ. ഇന്നിപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാ ബീഫ് കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അങ്ങനെ ബീഫ് കറിയിലേക്കും നെയ്ച്ചോറിനുള്ള സവാളയും സാധനങ്ങളെല്ലാം നന്നാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിച്ചുകുട്ടൻ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ അങ്ങനെ സവാളയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് കറിയുടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ബോക്സൊക്കെ മാറി ഇപ്പം എല്ലാം ഓക്കെ ആയി വന്നു കേട്ടോ. അതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ മാറാനുണ്ട്. അതോടെ ഇട്ടിഞ്ഞ് പോകാനുള്ളൂ. അതൊക്കെ പെയ്യാണല്ലോ, പാടുകളും കാര്യങ്ങളൊക്കെ പെയ്യാണല്ലോ മാറുള്ളൂ. എന്നാലും എല്ലാം ഉണങ്ങി സെറ്റായി വന്നു കേട്ടോ. അപ്പോൾ അതാ ബീഫ് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറിലേക്കുള്ള സവാള ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സിമ്പിൾ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കണം. ഒരു തട്ടിക്കൂട്ട് ഒത്തിരി സമയമാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ കുറേ സമയം പോയിട്ടോ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടാന്ന് ടേസ്റ്റിന് അടിപൊളി ബീഫ് കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ബീഫ് മസാലയോടെയും കൂടി നല്ലോണം വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇത് പെട്ടെന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുള്ളൂ. അതിലേക്ക് പിന്നെ സവാളയും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞത് പിന്നെ ഉപ്പോടെ ഇട്ടോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഉള്ളി സാധനങ്ങളൊന്നും വഴറ്റും കാര്യങ്ങളും ചെയ്യാതിരുന്നത്. പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കണേ. ഞാനിത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബീഫ് കറി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റി മസാലയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് മൂപ്പിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കും. ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം തിരുമ്മി മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കേട്ടോ ആ ബീഫിലേക്ക് അതിൻ്റെതെല്ലാം ഇറങ്ങിച്ചെന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമണം കേട്ടോ. കൈ കൊണ്ട് തന്നെ തിരുമ്മി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുള്ളൂ. അപ്പോഴത്തേക്കും എന്താ അവിടെ നെയ്ച്ചോറിനുള്ള റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ വെള്ളം വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറിനെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല സെറ്റായി വരണം കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ
വറുത്ത് ഉള്ളിയും സാധനങ്ങളൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ടാവും, അത് ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് അടച്ചു വെച്ചു. അത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ആ കുക്കർ അടച്ച് നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം കേട്ടോ. നമ്മളങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ അത് വച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കാവുള്ളൂ. അപ്പോൾ അതാ ഗ്യാസ് അടുപ്പൊക്കെ മൊത്തം കുളമായി കിടക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ബീഫ് കറിയും നെയ്ച്ചോറും അവിടെ സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് സെറ്റായിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് ഉമ്മച്ചി ഇത് അവിടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി തന്നെ പൈനാപ്പിൾ നീച്ചുകൂട്ടൻ ഇവിടെ നിന്ന് ഫോണിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മച്ചി പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം കാണണമെന്നും പറഞ്ഞ് പുള്ളി മേളിൽ കയറി ഇരുന്നതാണ്. അങ്ങനെ പുള്ളിയുടെ ഉമ്മച്ചിയുടെ ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെ അത് നെയ്ച്ചോറിനുള്ള ഉള്ളിയും പിന്നെ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എസൻസ് ഒഴിക്കുന്നില്ല കേട്ടോ, പൈനാപ്പിൾ എസൻസ് ഒഴിക്കുള്ള. അപ്പോൾ ഉമ്മച്ചി ജ്യൂസ് അടിക്കാൻ എടുത്ത് വെച്ചായിരുന്ന പൈനാപ്പിളിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് ചോറിലേക്ക് ഇട്ട് കൊടുക്കണേ ഉള്ളൂ കേട്ടോ. എസൻസും കാര്യങ്ങളും ഒരുപാടായാലും കൊള്ളില്ല, ഒത്തിരി കഴിച്ചാലും കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉമ്മച്ചി ജ്യൂസ് അടിക്കാൻ വെച്ചതിന് കുറച്ച് പൈനാപ്പിൾ എടുത്ത് ഞാൻ ചോറിലേക്കൊന്ന് ഇട്ട് തട്ടിപ്പൊത്തി കൊടുക്കേണ്ടത്, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പൈനാപ്പിളൊക്കെ നമ്മളങ്ങനെ ചോറിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ചോറിലേക്ക് നല്ലോണം ഒന്ന് എല്ലാം മിക്സായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ല മണവും കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് എസൻസിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടത് അങ്ങനെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സലാഡിനുള്ള സവാളയും അതുപോലെ തന്നെ ക്യാബേജും തക്കാളിയും ഒക്കെയും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉമ്മച്ചി ജ്യൂസ് തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് അരിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതങ്ങനെ ജ്യൂസ് ഞാൻ കുടിക്കാൻ കേട്ടോ. പിന്നെ ഇന്ന് വിനാഗിരിയിലാണ് കേട്ടോ സലാഡ് ഉണ്ടാക്കണം. മറ്റേ കച്ചമ്പറ അല്ല, മറ്റേ തൈരിലുണ്ടാക്കണേ അല്ല കേട്ടോ. അപ്പോൾ വിനാഗിരിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് കേട്ടോ. പിന്നെ വിനാഗിരിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ലോണം വെന്ത് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചാൽ സവാളയും അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് പ്രത്യേകിച്ച് ഇട്ട് ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇനി ഇതിവിടെ മൊത്തം ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. മൊത്തം ക്ലീൻ ചെയ്യണം, എല്ലാം അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. ഇനി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ പാത്രം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഇക്കായൊക്കെ വന്നു ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ബീഫ് കറിയുടെ വീഡിയോ വീണ്ടും പിന്നെ പ്രത്യേകിച്ച് എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വിട്ടുപോയതാണ് കേട്ടോ. ബീഫ് കറി സെറ്റായി കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറും അതുപോലെ തന്നെ സലാഡും അച്ചാറും ഒക്കെ കൂടി കഴിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടനെയൊക്കെ നേരത്തെ കഴിച്ചിട്ടോ. നിച്ചുകുട്ടനെയൊക്കെ നേരത്തെ കഴിച്ച് കിടന്നു കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കഴിക്കാനിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.